നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട്, അതായത് നമ്മുടെ ചാനലെ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കണ്ടൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. പഴയ ആൾക്കാരോടും പുതിയ ആൾക്കാരോടും എല്ലാവരോടും നന്ദി. അപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ട് ഗോതമ്പ് പുട്ടും പരിപ്പ് കറിയുമാണ്. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് കറിയും ഇതൊക്കെ വെക്കണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ രാത്രിയൊക്കെ മറന്നു പോവും, കുത്തിയിടാനായിട്ടേ മറന്നു പോവും. അപ്പോൾ ഒന്ന് കൊതിപ്പിക്കണ വീഡിയോ ഇട്ടേക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ നമ്മളാ വെച്ചേക്കണതിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എന്നത്തെ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ടിട്ടേ ഏതേലും ഇങ്ങനെ പൊടി കയറിക്കൊണ്ടിരിക്കും. 2 വണ്ടി പോകുമ്പോഴേക്കും അവിടുത്തെ പൊടിയൊക്കെ നമ്മുടെ അടുക്കളയിലും നമ്മുടെ മുറിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കരുതി അന്ന് വൃത്തികരിച്ചേക്കാം എന്ന് കരുതി. അപ്പോൾ ഒന്ന് സോപ്പൊക്കെ ഇട്ട് തേച്ചഴുകി അങ്ങോട്ട് തുടച്ചെടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ സോപ്പിട്ട് തേച്ചഴുകി കഴിയുമ്പോൾ എന്നിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയപടി തന്നെ ആവും. എന്നാലും വെറുതെ ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് ഡെറ്റോളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ വരുമ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത്തിരി ഈച്ചയൊക്കെ വരണുണ്ട്. ഈ മഴക്കാലത്താണ് ഈച്ചയുടെ ശല്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടെന്ന് പിന്നെ അങ്ങനെ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ചേക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഉള്ളിക്കൊട്ട രൂപാന്തരം പ്രാപിച്ചതാണ് ഇത് നമ്മൾ ആലുവ മണപ്പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ളി ഏതിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ പാത്രം എനിക്ക് വെക്കാനായിട്ട് കുറേ തട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പാത്രം എന്ത് കറി വെച്ചാലും പാത്രം ഒരുപാടുണ്ടാവും. ഈ പറഞ്ഞിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നി സിങ്ക് നിറച്ചും പാത്രം ഇരിക്കും. അപ്പോൾ ചേട്ടൻ ചോദിക്കും, ഇതിനും വേണ്ടത് എവിടെ നിന്നാണ്, കഴുകാറില്ലെന്ന് ചോദിക്കും. കാരണം അത്രയും വേണ്ടുണ്ടാവും. പക്ഷെ ഞാൻ കഴുകുന്നുണ്ട്, അപ്പം കഴുകണുണ്ട്. എനിക്ക് ഈ അലക്കും പാത്രം കഴുകലും ഒരിക്കലും ഒഴിയാറില്ല. അതുമാതിരി ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറി വെക്കുമ്പോൾ ഓരോന്നിനും ഓരോ പാത്രം എടുക്കണത്. അതാണ്. എന്നാൽ ഈ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഇട്ട പാത്രത്തിലൊന്ന് കഴുകിയെടുക്കേണ്ടതിന് ഓരോ പുതിയൊരു പാത്രം എടുക്കും. അതാണ് ഈ പറ്റണത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നമ്മുടെ പാലൊക്കെ തിളച്ച് കഴിയുമ്പോൾ താഴത്തോട്ട് വീണിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തേച്ചഴിയൊക്കെ എടുത്തതാണ്. പക്ഷേ ഇത് വെറുതെയാണ്. നമ്മൾ ഈ ഇട്ട് തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഞ്ഞി വെക്കണത്. കഞ്ഞി വെക്കുമ്പം കഞ്ഞിയുടെ വകയും ഈ തിളച്ച് കവിഞ്ഞൊക്കെ പോക്കുണ്ട്. കാരണം അത്രയും നേരം ഞാൻ നോക്കിക്കും. പിന്നെ എനിക്ക് ഒരുപാട് നേരം ഇതിനോട് നോക്കിക്കാനായിട്ടേ എനിക്ക് മടിയാണ്. അപ്പോൾ ഞാനൊന്ന് ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും ഈ സംഭവം തിളച്ച് മറിഞ്ഞ് കരകവിഞ്ഞ് ഇവിടെ കിടക്കും. അപ്പോൾ ഇത് ഫൈനൽ ടച്ചപ്പാണ് കേട്ടോ. ഡെറ്റോൾ ഇട്ട് അതും കൂടി തുടച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തുടപ്പ് പണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ നിലത്തൊക്കെ തുടങ്ങാനുണ്ട് കേട്ടോ. അതിനി ഒരു 1.5 പണിയാണ്. അപ്പോഴേക്കും ഒരു 10-12 മണിയൊക്കെ ആവും. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടിട്ട് എൻ്റെ വീഡിയോയിനൊക്കെ നല്ല വ്യൂ കുറവാണ്. പണ്ടും കുറവ് തന്നെ, ഇപ്പോൾ അതിലും കുറവാണെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് അപ്പം ഞാൻ പറഞ്ഞില്ല, തിരക്കായിരുന്നു. പിന്നെ എടുക്കാൻ പറ്റിയില്ല വീഡിയോസൊന്നും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് വീഡിയോ ഒന്നും കുറേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പഴനിയിലും വാൾപ്പാറയിലൊക്കെ ഞങ്ങൾ പോയതാണ്. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അന്നേരം പറ്റിയില്ല. അതാണ്. അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേനെ. പക്ഷേ അപ്പം ചോദിക്കുക, ഇതെന്താ പുതുമയെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ചോദിക്കരുത്. കാരണം നമുക്കേ എല്ലാവരും ഇടണ്ടല്ല, ഇതിലും നല്ല വീഡിയോ വെക്കുന്നൊക്കെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ എനിക്കങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചൊക്കെ പോയതാണ്. ഫോണൊക്കെ കൊണ്ട് എല്ലാ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല.
അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വെറുതെ ആളെ പറ്റിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം വെറുതെ കാറ്റെടുത്ത് പോയി. വെറുതെ എനിക്ക് മഴ പെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ 2018 കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ മഴ പെയ്യണതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് മഴക്കോട്ട് വാങ്ങിച്ചതാണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര കാണിക്കാൻ എന്താ പുതുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കടയിൽ ഇങ്ങനെ പാൻറ്റും ഷർട്ടും പോലത്തെ ഈ കോട്ട് അന്വേഷിച്ചപ്പോൾ എങ്ങും കിട്ടിയില്ല. പിള്ളേർക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എല്ലാവരും പറയണത്. ഇവിടെ എറണാകുളത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു, അപ്പോഴും ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ കയറിയ കടകളിൽ കിട്ടിയില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്ലിപ്കാർട്ടിലും കൂടി നോക്കിയേക്കാം എന്ന് കരുതിയപ്പോൾ നല്ല കോട്ടാണ് കേട്ടോ. ഇത് ഡബിള് ലെയറായിട്ടുള്ളതാണ്, പക്ഷെ നല്ല ചൂടുണ്ട് അതിടുമ്പോൾ. എന്നാലും ഇങ്ങനെ എന്തൊട്ടാണ് അതിനെ പറയണത്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ തന്നെ. അങ്ങനെ ലൈനിങ് ഇട്ട പോലെ അങ്ങനെയാണ് എന്ന പോലത്തെ ഒരു കോട്ടാണ് കേട്ടോ. അപ്പോൾ 8 to 9 വയസ്സിൻ്റെ കോട്ടാണ് എടുത്തത്. ഇത്തിരി വലുതായിട്ടിരുന്നോട്ടെ എന്ന് കരുതി, ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ അതാണ് അത് കാണിക്കാൻ കാരണം. എന്താ വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ച് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയത്തേക്കുള്ള മീൻകറി എന്തെന്നാണ്, പള്ളത്തി. അതിലെല്ലാ പുഴയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. കാരണം പിലോപ്പി ഉണ്ട്, പള്ളത്തി ഉണ്ട്, പൂളാനുണ്ട്, പിന്നെ എന്തെന്നാണ് വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഇല്ലെന്ന് തോന്നണം. അപ്പോൾ ഇതെല്ലാ കൂട്ടവും ഉണ്ട്. പക്ഷേ ഈ പള്ളത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വീക്ക്നെസ്സാണ്. കാരണം എവിടെ കണ്ടാലും വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ മീനിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളത്തി എന്നുള്ളത്. അത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിലോപ്പി ഒരു 2 എണ്ണോ 3 എണ്ണം. കരിമീനുണ്ട് കേട്ടോ അതിലിത്. ഞാൻ കണ്ടില്ല, ഞാൻ ഓർത്തില്ല. കരിമീൻ, പൂളാൻ, പിന്നെ പിലോപ്പി, പള്ളത്തി, ഇവരൊക്കെയാണ് ഉള്ളത്. തിളച്ചിരിക്കണമായിരുന്നു കേട്ടോ. ഞാൻ അത് തീ കുറച്ച് കഴിഞ്ഞപ്പോഴേ അത് വരാത്തതാണ്. അപ്പോൾ ഇതൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ വെള്ളം ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മീൻ കറിച്ചട്ടി മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കറിച്ചട്ടി 3 കറിച്ചട്ടിയൊക്കെ ഞാൻ അടുപ്പിച്ച് വാങ്ങിക്കണേ. പക്ഷേ ഒക്കെ ഇങ്ങനെ ഭയങ്കര നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ അടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിളർന്ന് ഇങ്ങനെ വിണ്ട് കീറിയിരിക്കണം. അപ്പോൾ അതിൻ്റെ അടി കൂടി ഇങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഗ്രേവിയൊക്കെ അടി കൂടി അരിച്ചു തന്നെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഇനി തുടങ്ങി അലൂമിനിയത്തിൽ വെക്കുക. അലൂമിനിയം കൊള്ളൂല, പക്ഷേ നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ഞാൻ രാത്രിയാണ് പോയത്. അപ്പം ഞാൻ കണ്ണി കണ്ട പറഞ്ഞ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ആകുമ്പോൾ ഉരുളി നമുക്ക് എടുത്ത് പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ഇത് സുഖമായിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അലൂമിനിയത്തിൻ്റെത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ആക്കി നമ്മുടെ മീൻകറിയൊക്കെ വെപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.